ഏറ്റവും നിർണായകമായ 2 മത്സരങ്ങൾ ഇന്നലെ നടന്നിട്ടും പോയിന്റ് ടേബിളിൽ കാര്യമായ അനക്കമൊന്നും വന്നിട്ടില്ല. പഞ്ചാബും രാജസ്ഥാനും ഇന്നലെ തോറ്റതോടെ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. കൊൽക്കത്തയും ഡൽഹിയും ഓരോ മത്സരങ്ങൾ ജയിച്ചതോടെ ഇനി വേണമെങ്കിൽ ഒരു 14 അല്ലെങ്കിൽ 15 പോയിന്റ് ക്വാളിഫിക്കേഷൻ വന്നേക്കാം എന്ന സിനാരിയോ പരിഗണിക്കാം. ബട്ട് ഇതിൽ ഡൽഹി 14 പോയിന്റ് കൊണ്ട് കയറാൻ പഞ്ചാബും CSKയും രാജസ്ഥാനും ഇനിയുള്ള കളി മൊത്തം തോൽക്കണം. ഇതിൽ ആരെങ്കിലും ഒരു കളി ജയിച്ചാൽ ഡൽഹി പുറത്താണ്. കാരണം ഇനി ശേഷിക്കുന്ന ഒരു കളി കൊണ്ട് മാറ്റാൻ പറ്റുന്ന നെഗറ്റീവ് റൺ റേറ്റ് അല്ല ഡൽഹിക്കുള്ളത്. കൂടാതെ DCയുടെ ലാസ്റ്റ് ഗെയിം കൊൽക്കത്തയായിട്ടാണ് താനും. കൊൽക്കത്തയ്ക്ക് കയറണമെങ്കിൽ ചെന്നൈയും രാജസ്ഥാനും പഞ്ചാബും ഓരോ കളി വെച്ച് തോക്കണം. ഒപ്പം KKR 2 കളി ജയിച്ചാൽ അവർക്ക് പ്ലേ ഓഫിൽ കയറാം. ഇനി ചെന്നൈ, രാജസ്ഥാൻ, പഞ്ചാബ് എന്നിവരിലേക്ക് വന്നാൽ പഞ്ചാബ് ഇന്നലെ കൂടി തോറ്റതോടെ എലിമിനേഷന്റെ വക്കിലേക്ക് എത്തിയിട്ടുണ്ട്. LSC ആയിട്ടാണ് അവരുടെ ലാസ്റ്റ് ഗെയിം. അത് ജയിച്ചാലും ചെന്നൈയും രാജസ്ഥാനും ഒരു കളി കൂടി തോക്കണം. എന്നാൽ മാത്രമേ പഞ്ചാബിന് കയറാൻ പറ്റൂ. ഒപ്പം കൊൽക്കത്തയ്ക്ക് വലിയ റൺ റേറ്റ് ഉള്ള വിജയങ്ങൾ കിട്ടാനും പാടില്ല. ഇവിടെ KKRന്റെയും പഞ്ചാബിന്റെയും സീസണാണ് വിചിത്രം. ആദ്യത്തെ 6-ൽ 5 ജയിച്ച് പഞ്ചാബ് നിന്നപ്പോൾ കൊൽക്കത്ത ആദ്യത്തെ 6-ൽ 5 തോറ്റു. പഞ്ചാബ് ഈസിയായി പ്ലേ ഓഫിലും കൊൽക്കത്ത 10ാം സ്ഥാനവും എന്ന് പ്രതീക്ഷിച്ചെടുത്തു നിന്നാണ് പഞ്ചാബ് അടുത്ത 6-ൽ 6 തോറ്റപ്പോൾ KKR അടുത്ത 6-ൽ 5 ജയിച്ചു. ഇപ്പോൾ 2 പേർക്ക് മാക്സിമം 15 പോയിന്റ് വരെ മാത്രമേ എത്താനും പറ്റൂ. ഇനി രാജസ്ഥാനെ നോക്കിയാൽ അവസാനമായി കളിച്ച 8-ൽ 6 തോറ്റാണ് അവർ നിൽക്കുന്നത്. LSC, MI എന്നിവർക്കെതിരെയാണ് അവരുടെ ലാസ്റ്റ് 2 ഗെയിമും. അത് രണ്ടും ജയിക്കുകയും CSK ഒരു കളി തോക്കുകയും ചെയ്താൽ രാജസ്ഥാന് പ്ലേ ഓഫിലെത്താൻ പറ്റും. ഈ കൂട്ടത്തിൽ കുറച്ചെങ്കിലും മൊമെന്റം ഉണ്ട് എന്ന് പറയാൻ പറ്റുന്നത് ചെന്നൈക്കാണ്. അവർ അവസാനമായി കളിച്ച 6-ൽ 4 ജയിച്ചിട്ടുണ്ട്. ബട്ട് ഹൈദരാബാദ്, ഗുജറാത്ത് എന്നിങ്ങനെ ശക്തമായ ടീമുകളാണ് അടുത്ത 2 മത്സരത്തിൽ അവരുടെ എതിരാളികൾ. ഇന്ന് SRH CSK ഗെയിം വരുമ്പോൾ 2 ടീമിനും ഇത് മസ്റ്റ് വിൻ ആണ്. CSK ജയിച്ചാൽ 4ാം സ്ഥാനത്തേക്ക് അവർക്ക് പോകാം. SRH ജയിച്ചാൽ 16 പോയിന്റായി ക്വാളിഫിക്കേഷൻ ഏറെക്കുറെ ഉറപ്പിക്കാൻ അവർക്ക് പറ്റുകയും ചെയ്യും. പിന്നെ രാജസ്ഥാൻ ഒരു കളി തോറ്റാൽ SRH ഒഫീഷ്യലി ക്വാളിഫൈ ആകും. ബട്ട് SRHന്റെ ലാസ്റ്റ് ഗെയിം RCB ആയിട്ടാണ്. സോ ഇന്ന് തോറ്റാൽ ചിലപ്പോൾ അവർക്ക് പണി കിട്ടാൻ സാധ്യതയുണ്ട്. ഇൻ കേസ് ചെന്നൈയും രാജസ്ഥാനും ലാസ്റ്റ് 2 ഗെയിം ജയിച്ചാൽ SRH RCB ആയി തോറ്റാൽ അവർ പുറത്തേക്ക് പോകും. ഇനി 1-2 സ്ഥാനക്കാരെ നോക്കിയാൽ RCB ഇന്നലെ ജയിച്ചതോടെ ഒഫീഷ്യലി അവർ ക്വാളിഫൈ ആയി. GTക്ക് ലാസ്റ്റ് ഗെയിം CSK ആയിട്ടാണ്. അത് ജയിച്ചാൽ പ്ലേ ഓഫിലെത്താം. ഇല്ലെങ്കിൽ രാജസ്ഥാൻ ഒരു കളി തോൽക്കണം. അത്രേ വേണ്ടു GTക്ക് ക്വാളിഫിക്കേഷൻ കിട്ടാൻ. SRH, CSK, RR ഈ 3 പേരിൽ 2 പേർക്ക് മാത്രമേ ഇനി 16 പോയിന്റ് എത്താൻ പറ്റൂ. സോ ഇതിൽ 2 പേർ ഓരോ കളി തോക്കുന്നതോടെ 16 പോയിന്റുള്ള എല്ലാവരും ഒഫീഷ്യലി ക്വാളിഫൈ ആകും.